നമസ്കാരം, വണ്ടി ബസ്സിൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി കുറേ കിടക്കാച്ചി വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ വയനാട് ദുരന്തം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ദുഃഖം മാത്രം ബാക്കി വെച്ചു. എന്തായാലും പ്രണാമം അർപ്പിക്കുകയാണ് അവർക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് മഹീന്ദ്രയുടെ ഷോറൂം. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മഴയൊക്കെ വിട്ടു. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ഇവിടെ ഒരു ഡെലിവറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ഒരു 4 ഒപ്റ്റിമോ ലോഡ് കിങ് ഒപ്റ്റിമോ ഇല്ല, അത് 4 ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഒപ്റ്റിമയുടെ ഡെലിവറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ റിബണും പിന്നെ മാറ്റൊക്കെ വിരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇടവഴികളിലെ രാജാവ് എന്ന് പറയുന്ന ലോഡ് കിങ് മഹീന്ദ്ര ഒപ്റ്റിമോ. ഇത് BS4 വണ്ടി നമ്മൾ ഒരുപാട് വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു വണ്ടി BS6 ആണ്. BS6 ഫേസ് ലെഫ്റ്റ് ചെയ്ത് ഫേസ് 2 സീരീസിൽ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞു തരുന്നത്. ഗിയർ ബോക്സിൽ വന്ന മാറ്റങ്ങളാണ് ആദ്യം നമുക്ക് എടുത്ത് പറയേണ്ടത്. ഗിയർ റേഷ്യോ വളരെയായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുന്നേ ഇതിൻ്റെ റേഷ്യോ 40B സീരീസ് അല്ലെങ്കിൽ 40B ഗിയർ ബോക്സാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് C സീരീസിലാണ്. അതാണ് പുതിയ സീരീസ് ഗിയർ ബോക്സിൽ മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് എഫിഷ്യൻസി ഉണ്ടല്ലോ, അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ബ്രേക്ക് കുറച്ചുകൂടിയും നമുക്ക് കൂടുതലായിട്ട് പവറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് 1 സിലിണ്ടർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 സിലിണ്ടറാണ് നമുക്ക് വരുന്നത്. തിക്നെസ്സിലും മാറ്റം വന്നിട്ടുണ്ട്. 10 ആയിരുന്നു, അത് 11 തിക്നെസ്. അപ്പോൾ നല്ല ഒരു മാറ്റത്തോടു കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒപ്റ്റിമോ ലോഡ് കിങ് പുതിയ സീരീസ് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഫേസ് 2 സീരീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ഒപ്റ്റിമോ ലോഡ് കിങ്. അതായത് പണ്ട് എന്താ പറയുക, ഇടവഴിയിലെ രാജാവ് എന്നാണ് പറയുക. അത് ഏത് ചെറിയ നമ്മുടെ എന്താ പറയുക ചെറിയ പിക്കപ്പ് പോലും പോകാത്ത വഴി കൂടെ ഈ ഒരു വണ്ടി പോവും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. എന്താ പറയുക, വെട്ടുകല്ലും കല്ലും ഒക്കെ എടുത്ത് ലോഡ് കയറി നിങ്ങൾ മരമാണെങ്കിലൊക്കെ കയറ്റി ഒരുപാട് വലിച്ചു പോണ ഒരുപാട് റീൽസ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വല്ലാത്തൊരു മെഷീനാട്ടത്. അപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്തൊരു വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കൂടുതൽ വിശാലമായിട്ട് കിടക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിൻഷീൽഡ് പോർഷനാണ് ഈ കാണുന്നത്. ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ പോർഷൻ കഴിഞ്ഞ് വേണ്ട വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോണറ്റ് ഫുഡിൻ്റെ ഭാഗം കഴിഞ്ഞ് മഹീന്ദ്ര നമുക്ക് ഒരു ബാഡ്ജിങ്, താഴെ ലോഗോ, പിന്നെ അവരുടെ ബമ്പർ, സ്ഥിരമായിട്ടുള്ള ബമ്പർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ 2 ഹെഡ് ലാമ്പ്സ്, അതുപോലെ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ബമ്പർ കൊടുത്തിട്ടുണ്ട്. പഴയ BS6 ഫേസ് 1 സീരീസ് വന്ന വണ്ടികളിൽ നിന്ന് എന്താ വ്യത്യാസം എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞോളാം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി കേട്ടോ. ഓവറോൾ ലുക്കൊക്കെ ഇതാണ് വന്നിട്ടുള്ളത്. ഇവിടെ 4 വണ്ടിയാണ് ഇപ്പോൾ ഒരേ സമയം ഡെലിവറിക്കായിട്ട് കാത്തു നിൽക്കുന്നത്. 1, 2, 3, 4 വണ്ടി. അപ്പോൾ ഇത്രയും വണ്ടികൾ ഇത് വിറ്റ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി തീർച്ചയായിട്ടും ഒരു കൂലിക്കൂട്ടി തന്നെയായിരിക്കും അല്ലേ. എന്തായാലും നമ്മൾ ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ ഒരു വണ്ടി ചെയ്യണമെന്ന്. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വണ്ടി വീഡിയോ ചെയ്യാൻ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്.
ഈ ഒരു സൈഡ് ലുക്കിലേക്ക് നമുക്ക് നോക്കാം. സൈഡിൽ വരുമ്പോൾ മഹീന്ദ്രയുടെ ലോഡ് കിങ് ഒപ്റ്റിമോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡ് മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വീല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 24 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻജിൻ ബേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഫ്ലൂയിഡ് എൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കയറി ഇതിന് മുകളിൽ കയറാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ലീഫ് ഉണ്ടല്ലേ, സെമി എലിപ്റ്റിക്കൽ ലീഫ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ലീഫ് എത്ര എണ്ണം കൂട്ടിയിടുന്നൊരു സെറ്റപ്പാണല്ലോ ഇതിൽ വരാറുള്ളത്. ഇതിൻ്റെ ഷാസിയൊക്കെ ഈ രീതിയിലാണ് ഇതിൻ്റെ ചേസസൊക്കെ വന്നിട്ടുള്ളത്. നമുക്കിനി ബാക്കിലേക്ക് പോവാം. ബാക്ക് വീല് കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. 6 വീല് വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സൈസ് 750 സൈസിൽ വരുന്ന ഒരു MRF ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിലേക്ക് പോവാം. ബാക്കിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്ക്. ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണിക്കണം. ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. താഴെയായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റെപ്പിന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയുന്നതാണ് കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് 60 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. 13 ലിറ്ററിൻ്റെ ആഡ് ബ്ലൂ ടാങ്കും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബോഷിൻ്റെ നമ്മുടെ ഈറ്റ്സിൻ്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സൈലൻസറിൻ്റെ ഭാഗം? അത് ബോഷിൻ്റെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജർമ്മൻ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഇത് പൊന്തിച്ച് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം നിങ്ങൾക്ക്, ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്നോക്ലർ ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ പുറമേ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ എൻജിൻ ടെക്നോളജി, അതിൻ്റെ മെക്കാനിക്കൽ ഭാഗം കൂടി ഒന്ന് പറഞ്ഞു വിടാം. ഇതിൻ്റെ മോഡലിനെ കുറിച്ച് പറയാം. ഇത് മോഡൽ ഒപ്റ്റിമോ DST കാർഗോ ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. എൻജിൻ വരുന്നത് MDI CRDE 2.5 ലിറ്റർ 4 സിലിണ്ടർ എൻജിനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അത് മാക്സിമം ടോർക്ക് പറയുകയാണെങ്കിൽ 220 ന്യൂട്ടൺ ടോർക്ക് 1250 2200 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ 5+1 അതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് കേട്ടോ. ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 60 ലിറ്ററും ആഡ്ബോൻ്റെ കപ്പാസിറ്റി 13 ലിറ്ററുമാണ്. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് 2500 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗം പുറത്തുനിന്ന് കുറച്ച് ആയിട്ട് പറയാനുള്ളത്. ഒപ്റ്റിമോൻ്റെ വണ്ടി ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ഇവിടെ സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്ലസ്റ്ററാണ്. ക്ലസ്റ്ററിൽ നമുക്ക് അനലോഗായിട്ട് ഡിജിറ്റലായിട്ടും നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് DPFൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഹിബിറ്റിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ ഫാനിൻ്റെ ഒരു മറ്റേ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടൽസ് കാണാൻ സാധിക്കും നമുക്ക്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൺസോളും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കോട്ട ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ലേഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ കുഴപ്പമൊന്നുമില്ല വണ്ടിയുടെ ഇൻറ്റീരിയർ. ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സൺ ബ്ലൈൻഡ് കാണാൻ സാധിക്കും. പിന്നെ ഇത് 5+1 ആണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ. മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. 5+1 ഗിയർ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ അടിയിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ജാക്ക് ലിവറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, പെഡൽ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയറിലുള്ള കാഴ്ചകൾ. സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക, ഇതിപ്പോൾ ഇതിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയാണല്ലോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്കിത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. അത്യാവശ്യം നല്ല വൈബിൽ അതിൻ്റെ അപ്പോൾസ്റ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ. ഒതുങ്ങിയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. വളരെ സിമ്പിളായിട്ട് എടുത്ത് ആർക്കും ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കേബിൾ ഷിഫ്റ്റാണ് ഇതിൻ്റെ ഇത് വരുന്നത്, ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സുഖമായിട്ട് നമുക്ക് ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പോകാനൊക്കെ പറ്റും. പിന്നെ ഇത് ബ്രേക്ക് നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്, എയർ ബ്രേക്ക് അല്ല. പിന്നെ സസ്പെൻഷൻ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ പവറും നന്നായിട്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നമ്മളെ ടിപ്പ് പൊന്തിക്കണ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ ടിപ്പ് പൊന്തിക്കണ പരിപാടി.
കണ്ടാ അതിനുള്ളിൽ കയറി എന്നിട്ട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിപ്പ് ഇങ്ങനെ പൊന്തും. ഇങ്ങനെയാണ് അതിൻ്റെ ടിപ്പ് പൊന്തിച്ചുള്ള അവസ്ഥ. ഹൈഡ്രോളിക് സെറ്റപ്പാണ്. വണ്ടി അങ്ങനെ നമ്മൾ അവിടുന്ന് എടുത്തു. ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഡ്രൈവ് പോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഗിയറും കാര്യങ്ങളൊക്കെ നോക്കി വളരെ ചെറിയൊരു അടുത്ത ഡിസ്റ്റൻസിലാണ് ഇതൊക്കെ വരുന്നത്. സുഖമാണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഇത് കാലുവണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇത് പറയാൻ പറ്റില്ല. ശരിക്കും നമ്മളിങ്ങനെ ലോഡും വെച്ച് ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ലോഡും വെച്ച് കയറണമെന്നൊക്കെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ കാലുവണ്ടിയാണ് ഓടിക്കണേ, എന്നാലും കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. കാരണം എന്താ, ഒരുപാട് നമ്മളിങ്ങനെ ലെങ്ത്ത് ആവും വണ്ടി ഓടിക്കുന്നത് കൂടുതലായി. അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതലൊന്നും പോകണില്ല. ജസ്റ്റ് ഒരു നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ട് വേണ്ടി ഓടിക്കുന്നതാണ്. വണ്ടി നല്ല കംഫർട്ടാണ് ഓടിക്കാനൊക്കെ ആയിട്ട്, വളരെ അനായാസം കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വളരെ എന്താ പറയുക, ഒതുങ്ങിയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, വലിയ വണ്ടികളൊക്കെ ഓടിച്ച് നമ്മൾ ഇതിലേക്ക് കയറുമ്പോഴേ ഭയങ്കര കൺജസ്റ്റഡ് ആയ പോലെ തോന്നും. ബ്രേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ചാട്ടം വലിയ ഇതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുന്ന കാരണമാണെന്ന് അറിയില്ല. എനിക്ക് ചാട്ടം വലിയ സീനായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വണ്ടി നല്ല എന്താ പറയുക, നല്ലൊരു പവർ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ശരിക്കുള്ളൊരു ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ റോഡ് വെച്ച് ഓടിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല നല്ല വൈബായിട്ട്. പിന്നെ അതുപോലെ കാല് കൊടുക്കുമ്പോൾ ഒക്കെ നല്ല അത്യാവശ്യം സെറ്റിൽ പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹമ്പ് ഉണ്ട് അവിടെ. നമ്മൾ അധികം ദൂരം പോയാൽ നമ്മുടെ ഇത് ലെങ്ത് കൂടി പോകും. നമുക്കിത് വളരെ ചെറിയ രീതിയിൽ ഒന്ന് സെറ്റപ്പ് ആക്കി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടി നിർത്താം. നമുക്കിതിൻ്റെ ഇനി അടുത്ത പരിപാടികൾ ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്താണ് ഈ വണ്ടി എടുക്കാൻ കാരണം, അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക്. വളവടയിലായിട്ട് ഒതുക്കാം നമുക്ക്. അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാട്ടിയാൽ മതി ക്യാമറ. ഇവിടെ ആയിട്ട് നമുക്കൊന്ന് ഒതുക്കാം. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കയറ്റുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി എങ്ങനെ കയറും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, ഇത് വലിയ കയറ്റാൻ നോക്കി. ബഷീറിട്ടാണ് ഓട്ടോറിക്ഷ കയറണേ. അപ്പോൾ അങ്ങനെ വലിയൊരു കയറ്റാണ്. അപ്പോൾ ആ കയറ്റത്തിൽ നമ്മുടെ വണ്ടി എങ്ങനെ കയറും നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് നിൽക്കണേ കേട്ടോ. ഇടവഴിയാണ്, വളരെ ചെറിയ ഇടുങ്ങിയ റോഡാണ് കേട്ടോ. ഇടുങ്ങിയ റോഡ് കൂടെയാണ് കയറി വരണത്. നല്ല കയറ്റും ഉണ്ട് കേട്ടോ. ആ വണ്ടി വലിച്ച് കയറി വരണുണ്ടോ, വലിച്ച് ഒരു സിമ്പിളായിട്ടാണ് കയറി വരുന്നത്. എന്താ എന്താ ആളുണ്ട് വണ്ടിയിൽ കയറി പോകുന്നുണ്ടോ. ചെറിയ വഴി കൂടിയും വണ്ടി നല്ല പവറിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നല്ല അസല് കയറ്റാട്ടാ, കിതച്ചു തുടങ്ങി കണ്ടോ. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ ഒക്ടോബറിലേക്ക് വരാൻ കാരണം, ഇതേക്കാണ് കേട്ടോ നമ്മളെ ഈ വണ്ടികളൊക്കെ എടുത്തിട്ടുള്ള ഓണത്. എന്താ പേര്? ഹരീഷ്. എന്താ? ഹരീഷ്. ഓക്കെ ഓക്കെ. എവിടെ? കുറ്റിയാടി. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് വരാൻ കാരണം? ഞാൻ 2009 മുതൽ ഈ മഹീന്ദ്രനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 4 വർഷം 5 വർഷം കഴിയുമ്പോൾ മാറി മാറി ഇങ്ങനെ വണ്ടി മഹീന്ദ്ര തന്നെ മാറ്റി എടുക്കലാണ്. ഇപ്പോൾ വർക്കിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യലാണ്. ഇതിപ്പോൾ എടുക്കാൻ കാരണം ഇതിൻ്റെ മൈലേജ് അല്ലെങ്കിൽ ഇതിൻ്റെ പവർ വിചാരിച്ചിട്ടാണോ? മൈലേജ് പവർ പുതിയ വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും മനസ്സിലായില്ല. പിന്നെ എൻ്റെ വണ്ടിയെല്ലാം പഴയതായിരുന്നു. അതിൽ കൊടുത്തതിന് ശേഷമാണ് ഇപ്പം പുതിയ വണ്ടി എടുക്കാൻ കാരണം. ആ, നിങ്ങളുടെ ഈ ചെറിയ ഇടവഴികളാണ് തീർത്ത് അധികവും ഉള്ളത്. ചെറിയ ഇടവഴികളാണ്, മറ്റേ വണ്ടി പോവില്ല. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മളെ സൂട്ടബിൾ ആയിട്ടുള്ള വണ്ടി. അതുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാൻ കാരണം. ഇത് ഇടവഴി കൂടിയും പോകില്ല? ഏത് ഇടവഴി കൂടി എത്ര ലോഡ് വെച്ചിട്ടും പോകും. അതായത് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണല്ലേ. പിന്നെ ഇതില് ഈ വണ്ടികളിൽ കണ്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് പോസിറ്റീവ് വെച്ചാൽ ചെറിയ റോഡ് തന്നെയാണ് മെയിൻ ഇതിൻ്റെ. ഇപ്പം നമ്മുടെ മണ്ണിൻ്റെ പണിക്കായാലും
ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അധികവും. മറ്റേ ഐഷറിന് വീതി കൂടുതലല്ലേ, അപ്പോൾ ഇത് വീതി കുറഞ്ഞ വണ്ടിയായതുകൊണ്ട് ഇടവഴിയിലേക്ക് പോകാൻ സുഖമുള്ള വണ്ടി ഇത് തന്നെയാണ്. പിന്നെ ഡ്രൈവർമാർക്ക് യൂസ് ചെയ്യാനും സൗകര്യമുള്ള വണ്ടി ഇത് തന്നെയാണ്. വണ്ടി ഓടിക്കാനാണ്. അതുപോലെ തന്നെ ഈ മെയിനായിട്ട് തന്നെ ലോഡൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കയറുന്ന ഒരു വണ്ടികളെക്കാട് പവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. കറക്റ്റ് മനസ്സിലായില്ല, ഇപ്പം പുതിയ വണ്ടിയല്ലേ, ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഓടിച്ചാലാ മനസ്സിലാവും. ഇതിന്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2-3 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് ഒരു ഇന്റർവ്യൂ കൂടി ഞാൻ തരാം. മനസ്സിലാവുമല്ലോ, അറിയാലോ. അപ്പോൾ വേറെന്താ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ നമ്മുടെ അടുത്ത്? ഇല്ല, അങ്ങനെ ഞാൻ 2009 മുതൽ യൂസ് ചെയ്ത വണ്ടിയാണ്. എത്രത്തോളം വണ്ടിയുണ്ട്? 2009 മുതൽ തുടങ്ങിയതാണ് ഞാൻ. എല്ലാം മഹീന്ദ്രയാണ്. എൻ്റെ അടുത്ത് ഐഷർ വേറെ ഉണ്ട്, പക്ഷെ അത് മറ്റേ വലിയ വണ്ടി, വലിയ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മണ്ണിന് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുൾ സാറ്റിസ്ഫൈഡ് ആണല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും സന്തോഷം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാലാണല്ലോ ഇതിന് നമുക്കതൊരു എനർജി ആയിട്ട് വരുമോ. അപ്പോൾ എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു. പരിപാടി ഡെലിവറി അല്ലേ? വണ്ടി ഡെലിവറിയാണ്. നമസ്കാരം. എന്താ പേര്? നമസ്കാരം, അൻസർ കുറ്റ്യാടി. എൻ്റെ പേര് ബ്രദേഴ്സാണ്. ബ്രദേഴ്സാണ്. ഓക്കെ. അപ്പോൾ ഞാനേ ഈ എന്താണ് ഇപ്പോൾ ഈ ഒരു 4 വണ്ടി ഒരുമിച്ച് എടുക്കാൻ കാരണം? മഹീന്ദ്ര തന്നെ എടുക്കാൻ കാരണം? മഹീന്ദ്ര നമ്മുടെ നാട്ടിലേക്ക് എന്തുകൊണ്ടും നല്ലത് ഈ മഹീന്ദ്ര ടിപ്പർ ആയതുകൊണ്ട് പണ്ട് മുതലേ, വർഷങ്ങൾക്ക് മുന്നേ മുതലേ, ഈ നിസാൻ ഇറങ്ങിയ മുതൽ, കേരളത്തിൽ ഇറങ്ങിയ മുതൽ അന്ന് മുതലേ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ ഒപ്റ്റിമോ പ്ലസ് എന്നുള്ള വണ്ടി കൂടി നല്ലതായത് കൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ നോക്കാം, ഒന്നും കൂടി നല്ലതാണെങ്കിൽ ഇനിയും വണ്ടി എടുക്കാനുള്ള ആഗ്രഹമുണ്ട്, എടുക്കുകയും ചെയ്യും. ഇത് മഹീന്ദ്ര മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്? മഹീന്ദ്ര ഐഷർ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ബെൻസ്, ഭാരത് ബെൻസ് യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ മഹീന്ദ്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. മഹീന്ദ്ര നിസാൻ ടിപ്പറാണുള്ളത്. ഈ ചെറിയ ഇടവഴികൾക്കൊക്കെ പോകാൻ ഏറ്റവും സൗകര്യം പിന്നെ നിസാൻ ടിപ്പർ ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. നമ്മളെ വർക്കിനും കാര്യത്തിനും തന്നെയാണ് കൺസ്ട്രക്ഷൻ വർക്കാണ് കൂടുതൽ. പിന്നെ പ്രൈവറ്റ് വർക്ക് അതുമുണ്ട്. ഇതാണ് കൂടുതൽ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഇത് കംഫർട്ടായിട്ട് തോന്നിയത് ഇതാണ്. അപ്പം ഇനി കൂടുതൽ ആൾക്കാർ എടുക്കട്ടെ അല്ലേ? കൂടുതൽ ആൾക്കാർ എടുക്കട്ടെ, നന്നാവും. നല്ലൊരു തുടക്കമാട്ടെ, ഇനിയും കൂടുതൽ എടുക്കാനുള്ള സൗകര്യമാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ അഭിപ്രായം അറിയാനുള്ള അതിന് വേണ്ടിയിട്ടാണ്. വെൽക്കം. അപ്പം നമ്മുടെ ഡെലിവറി ഫംഗ്ഷൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത ആ പാർട്ടിയും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സ്റ്റാഫ്സും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറിയ കേക്ക് കട്ടിങ് ഉണ്ട് ആദ്യം തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഈ ഹാൻഡ് ഓവറിങ് ഒക്കെ അതിന് ശേഷമാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സന്തോഷത്തിനൊരു കേക്ക് വെക്കുക. എന്തൊരു പിടി ഒരു കുറച്ച് ബാക്കി. അവിടുന്ന് അങ്ങോട്ട് പുള്ളിക്ക് എടുത്ത്
അപ്പോൾ നമ്മുടെ ഡെലിവറി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഒപ്റ്റിമയെ കുറിച്ചൊരു കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും ഇടാം. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വണ്ടി ഗംഭീര വണ്ടിയാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് വന്ന സെക്കൻഡ് സീരീസ് വണ്ടി തീർച്ചയായിട്ടും ഒരു അഡാറ് വണ്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇത് കാണാം നമുക്ക്. ഇനി കുറേ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും തൽക്കാലം ബൈ, നമസ്കാരം.